ഗുഡ് മോർണിംഗ്. പാസ്റ്ററൽ കൗൺസിലിംഗ് ഡിപ്ലോമ കോഴ്സിലെ അംഗങ്ങളെ, ഞാൻ തൃശ്ശൂർ അതിരൂപതയിലെ ഫാദർ ജോബ് പടയാട്ടിൽ. ഞാൻ മനിലയിലുള്ള ദേൽ ലസാലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2007 ക്ലിനിക്കൽ കൗൺസിലിംഗ് സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത്. ഞാൻ കൗൺസിലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിന് 17 കൊല്ലമായിട്ട് ഏകദേശം ഒരു 4000-ലധികം ആളുകളെയൊക്കെ കൗൺസിലിംഗ് നടത്തി കഴിഞ്ഞു. അതുപോലെ തന്നെ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ് അതിലൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നെടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ക്ലയൻറ്റ് സെൻറ്റേഡ് തെറാപ്പി അല്ലെങ്കിൽ പേഴ്സൺ സെൻറ്റേഡ് തെറാപ്പിയെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലയൻറ്റ് സെൻറ്റേഡ് തെറാപ്പി CCT, ഓൾസോ നോൺ ആസ് പേഴ്സൺ സെൻറ്റേഡ് തെറാപ്പി PCT or Rogerian therapy is a humanistic approach developed by Carl Rogers. ഇതിന് 3 പേരുകളാണ്. കാൾ റോജേഴ്സ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റാണ് ഈ പേഴ്സൺ സെൻറ്റേഡ് തെറാപ്പിയുടെ ഉപജ്ഞാതാവ്. അദ്ദേഹം 1940-നും 1950-നും ഇടയിലാണ് ഈ തെറാപ്പി വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ ഈ തെറാപ്പിക്ക് 3 പേരുണ്ട്. ഒന്ന് ക്ലയൻറ്റ് സെൻറ്റേഡ് തെറാപ്പി, അല്ലെങ്കിൽ പേഴ്സൺ സെൻറ്റേഡ് തെറാപ്പി, അല്ലെങ്കിൽ റൊജേറിയൻ തെറാപ്പി. അപ്പോൾ ഇതാണ് ഈ കാൾ റോജേഴ്സ് വികസിപ്പിച്ചെടുത്ത ഈ പേഴ്സൺ സെൻറ്റേഡ് തെറാപ്പി. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കോർ പ്രിൻസിപ്പിൾസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 4 കോർ പ്രിൻസിപ്പിൾസാണുള്ളത്, മെയിനായിട്ടുള്ള പ്രിൻസിപ്പിൾസ്. ഒന്ന്, എംപാത്തിക് അണ്ടർസ്റ്റാൻഡിങ്. തെറാപ്പിസ്റ്റ് സ്ട്രൈവ്സ് ടു അണ്ടർസ്റ്റാൻഡ് ക്ലയൻറ്റ്സ് പെർസ്പെക്റ്റീവ്. ഇവിടെ പ്രധാന മാർക്കാണെന്ന് വെച്ചെങ്കിൽ അത് വരുന്ന ആൾക്കാണ്, ക്ലയൻറ്റിനാണ്. അല്ലെങ്കിൽ കൗൺസിലിംഗ് ആവശ്യമുള്ള കൗൺസിലിക്കാണ് പ്രാധാന്യം, കൗൺസിലർക്കല്ല പ്രാധാന്യം, കൗൺസിലിക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇരിക്കുന്ന രീതിയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങൾ ഇതിൽ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യാറുള്ളതാണ്. നമ്മളുടെ ഈ 2 കൗൺസിലിങ്ങിൻ്റെയും ക്ലയൻറ്റിൻ്റെയും ഇടയിൽ ഒരു മേശയോ ഈ ഒബ്സ്റ്റക്കിൾസ് ഒന്നും ഇല്ലാതിരിക്കുകയാണ് നല്ലത്. വെറും ഒരു ചെയർ, അദ്ദേഹം ഒരു ചെയറിലിരിക്കുന്നു, നമ്മളൊരു ചെയറിലിരിക്കുന്നു. പരമാവധി ഇത് രണ്ടും ഒരുപോലത്തെ ചെയറായാൽ കൂടുതൽ നല്ലത്. അപ്പോൾ അവിടെ ഒരു സുപ്പീരിയറോ ഒരു ഇൻഫീരിയറോ ഒന്നും വേണ്ട. 2 പേരും ഈക്വൽ എന്ന നിലയ്ക്കുള്ള രീതിയിലാണ് നമ്മൾ അവിടെ കൗൺസിലിങ്ങിൽ സന്നിഹിതരായിരിക്കുമ്പോൾ ഇരിക്കുന്നത് തന്നെ. അപ്പോൾ നമ്മൾ ഇതിൽ തെറാപ്പിസ്റ്റ് എന്താണ് ജോലി എന്ന് വെച്ചെങ്കിൽ, ആ ക്ലയൻറ്റ് പറയുന്നത്, കൗൺസിലർ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. വളരെയധികം മനസ്സിലാക്കത്തക്ക രീതിയിൽ എംപാത്തിക്കായിട്ട്, വളരെയധികം അനുകമ്പാർദ്രമായിട്ട് ശ്രവിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. നമ്മൾ കൂടുതൽ സമയം ഇവിടെ ശ്രദ്ധിക്കുന്നത് എംപാത്തിക്കായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, അതായത് കരുണാമസൃണമായ ശ്രവണം. അവർ പറയുന്നത് കേൾക്കുക, അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ എന്താണ്, അവരുടെ വിഷമം എന്താണ്, അവരുടെ സങ്കടം എന്താണ്, അവരെവിടെ നിന്നാണ് വരുന്നത്, അതൊക്കെ വളരെയധികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അവൻ്റെ ഭാഗത്തുനിന്ന് സ്റ്റെപ്പിംഗ് ടു ദ ഷൂ ഓഫ് ദി അദർ എന്ന് പറയും, മറ്റവൻ്റെ ചെരുപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയിരിക്കുക. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ക്ലയൻറ്റിൻ്റെ പെർസ്പെക്റ്റീവാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അടുത്തത് ഇവരുടെ, അപ്പോൾ അതിന് പറയുന്നത് എംപാത്തിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇതാണ് ഒന്നാമത്തെ കോർ പ്രിൻസിപ്പിൾ. ഇനി രണ്ടാമത്തെ കോർ പ്രിൻസിപ്പിൾ ഈ ക്ലയൻറ്റ് സെൻറ്റേഡ് തെറാപ്പിയുടെ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. തെറാപ്പിസ്റ്റ് പ്രൊവൈഡ്സ് ജെന്യുവിൻ ആക്സെപ്റ്റൻസ് ആൻഡ് റെസ്പെക്റ്റ്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എലാബറേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറയുന്നത് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, അതായത് ഒന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു സ്നേഹം. അത് ഉദാഹരണത്തിന് നമുക്കറിയാം, അത് സക്കേവൂസിനോട് ഈശോ കാണിച്ചത് ഈ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡാണ്. സക്കേവൂസിന് വിധിച്ചില്ല, സക്കേവൂസിനെ കുറ്റപ്പെടുത്തിയില്ല, സക്കേവൂസിനോട് ഉപദേശിച്ചില്ല. സക്കേവൂസിനെ സക്കേവൂസ് ആകുന്ന രീതിയിൽ ഈശോ സ്വീകരിച്ചു. അല്ലെങ്കിൽ സമറിയാക്കാരി സ്ത്രീയോടും അപ്പോൾ ഈശോ നടത്തിയ ഡയലോഗൊക്കെ ഇതുപോലെ തന്നെ നിരുപാധികമായിട്ടുള്ള സ്നേഹം, നിരുപാധികമായിട്ടുള്ള പോസിറ്റീവ് അപ്രോച്ച്. അതാണ് ഇവിടെ തെറാപ്പിസ്റ്റ് പ്രൊവൈഡ്സ് ജെന്യുവിൻ ആക്സെപ്റ്റൻസ് ആൻഡ് റെസ്പെക്റ്റ്. വരുന്ന ആൾ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, ചിലപ്പോൾ അയാൾ വ്യഭിചാരം ചെയ്യുന്ന ആളാവാം, ചിലപ്പോൾ അയാൾ കള്ളനാകാം, അല്ലെങ്കിൽ ഒരു കൊലപാതകിയാകാം, ആരെങ്കിലും ആയിക്കോട്ടെ. നമ്മളതിന് വിധിക്കുന്നില്ല, നമ്മൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല, നമുക്ക് അയാൾക്ക് ഉപദേശം കൊടുക്കുന്നില്ല, അയാളെ നമ്മൾ ശ്രവിക്കുന്നു.
അത് കഴിഞ്ഞിട്ട് ആൾക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റും അതുപോലെ തന്നെ ആക്സെപ്റ്റൻസും നമ്മളെപ്പോഴും കൊടുത്തിരിക്കും. അതാൾക്ക് ഫീൽ ചെയ്യണം. അപ്പോഴാണ് ഈ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് ആവുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് കോൺഗ്രുവൻസ്. അതാണ് മൂന്നാമത്തെ കോർ പ്രിൻസിപ്പിൾ. തെറാപ്പിസ്റ്റ് ഈസ് ഒതൻറ്റിക് ആൻഡ് ട്രാൻസ്പെറൻറ്റ് ആൻഡ് ജെന്യുവിൻ. നമ്മൾ വെറുതെ ഒരു തെറാപ്പിസ്റ്റിൻ്റെ വേഷം കെട്ടിയിട്ട് അനുകമ്പ അഭിനയിച്ചതുകൊണ്ട് കാര്യമില്ല. നമ്മൾ എന്ത് വ്യക്തിയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ അടുത്തിരിക്കുന്ന ക്ലയൻറ്റിന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമ്മൾ വേഷം കെട്ടൊന്നും ഈ കൗൺസിലിങ്ങിൻ്റെ രംഗത്ത് വന്നിട്ട് കാര്യമില്ല. നമുക്ക് അഭിനയിക്കാൻ ഭയങ്കര സ്നേഹമുള്ള പോലെ അല്ലെങ്കിൽ വളരെ അനുകമ്പ ഉള്ള പോലെയൊക്കെ കാണിക്കാം. പക്ഷേ ആ കാണിക്കലൊന്നും, കാണിച്ചു കൂട്ടൽ കൊണ്ടൊന്നും തെറാപ്പി വിജയിക്കില്ല. തെറാപ്പി നമ്മൾ ജെന്യുവൻ ആയിരിക്കണം. നമ്മൾ ആ മനുഷ്യനെ അക്സെപ്റ്റ് ചെയ്യണം. അത് നമ്മുടെ ബോഡി ലാംഗ്വേജിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ ടോണിലും ആത്മാർത്ഥമായി അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ഈ മനുഷ്യന് ആഗ്രഹമുണ്ടെന്ന് ക്ലയൻറ്റിന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള അൺകണ്ടീഷണൽ ആയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ ക്ലയൻറ്റിനോട് ഇടപെടേണ്ടത്. അപ്പോൾ അത് ക്ലയൻറ്റ് മനസ്സിലാക്കും, തീർച്ചയായിട്ടും അത് മനസ്സിലാക്കും. അതുകൊണ്ടാണ് കോൺഗ്രുവൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. അതായത് വെറുതെ ഒരു തട്ടിപ്പ് സ്നേഹം, ഒരു അഭിനയ സ്നേഹമൊന്നും ആ നേരത്ത് കാണിച്ചാൽ പോരാ. പിന്നെ അടുത്തത് സെൽഫ് ആക്ച്വലൈസേഷനാണ് ഇതിൻ്റെ നാലാമത്തെ കോർ പ്രിൻസിപ്പിൾ. ക്ലയൻറ്റ്സ് ഹാവ് ഇന്നേറ്റ് പൊട്ടൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് സെൽഫ് ഡിറക്റ്റഡ് ചേഞ്ച്. അതായത് നമ്മുടെ വിചാരം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടൊരു വഴി കൂടെ ക്ലയൻറ്റ് മാറുമെന്ന് വിചാരിക്കരുത്. ക്ലയൻറ്റിന് തന്നെ അറിയാം അവന് ഏറ്റവും നല്ലത് ഏതാണെന്നുള്ളത്. അത് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു കൺഡ്യൂസീവായ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക മാത്രമാണ് തെറാപ്പിസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും അവനെ ഡിറക്റ്റ് ചെയ്യുന്നില്ല. അവൻ തന്നെയാണ് അവന് പറ്റിയ വഴി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത് പറയുന്നത് ഇത് സെൽഫ് ഡിറക്റ്റഡ് ആണ്. അല്ലാണ്ട് അതുകൊണ്ടാണ് ഇതിനെ പറയാൻ നോൺ ഡിറക്റ്റീവ് കൗൺസിലിംഗ് അപ്രോച്ചാണ് ഈ പേഴ്സൺ സെൻറ്റേഡ് തെറാപ്പി. ഇവിടെ ക്ലയൻറ്റിനാണ് കൂടുതൽ പ്രാധാന്യം. അവനാണ് അവന് പ്രധാനപ്പെട്ടത് എന്താണെന്ന് തിരഞ്ഞെടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻസ് കൊടുക്കാം, പക്ഷേ നമ്മളല്ല അവനോട് നിർബന്ധിച്ചിട്ട് നീ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുതെന്നൊന്നും പറയരുത്. അതൊക്കെ അവൻ്റെ സെൽഫ് ആക്ച്വലൈസേഷൻ്റെ ഭാഗമായിട്ട് അതിലേക്ക് എത്താനായിട്ട് ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമം നടത്തി ക്ലയൻ്റായിട്ട് അങ്ങനത്തെ ഇതിലേക്ക് എത്തിക്കൊള്ളും. ഇത് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ 4 പോയിൻറ്റ്സ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ 4 പോയിൻറ്റ്സ് ഒന്ന് കോർ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഒന്നുകൂടി നമ്മൾ കേൾക്കാം, മനസ്സിലാക്കാം, എഴുതിയെടുക്കാം. 1 എംപാത്തിക് അണ്ടർസ്റ്റാൻഡിങ്, 2 അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, 3 കോൺഗ്രുവൻസ്, 4 സെൽഫ് ആക്ച്വലൈസേഷൻ. ഇതാണ് ആദ്യത്തെ കോർ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. നമുക്ക് കീ കൺസെപ്റ്റ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്നാൽ 3 കീ കൺസെപ്റ്റ്സാണ് ഈ തെറാപ്പിക്ക് നമുക്ക് മെയിനായിട്ട് 4 കീ കൺസെപ്റ്റ്സ് ഉണ്ട്. ഒന്ന്, പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അത് യുണീക്കാണ്, ഡൈനമിക്കാണ് ആൻഡ് കോൺസ്റ്റൻ്റ്ലി ഇവോൾവിങ് ആണ്. പേഴ്സണാലിറ്റിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ഓരോരുത്തർക്കും ഒരു യുണീക്കായിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ട്. നമ്മുടെ മുമ്പിലിരിക്കുന്ന വ്യക്തി ഒരു യുണീക്കായിട്ടുള്ള വ്യക്തിയാണ്. അവന് യുണീക്കായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഉണ്ട്. അവൻ ഡൈനമിക്കാണ്, അവൻ കോൺസ്റ്റൻ്റ്ലി ഇവോൾവിങ് ആണ്. ഇപ്പോൾ ഉള്ളതിൽ നിന്ന് അവന് വേറെ മറ്റേതായിട്ടൊന്നും മാറാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് നമ്മളുടെ ബേസിക് പ്രിൻസിപ്പിൾ. അതായത് കള്ളൻ തന്നെ ആവുള്ളൂ, അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് നമുക്ക് പാടില്ല. അല്ലെങ്കിൽ കൊലപാതകി തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അവൻ ഇതുവരെ ഇങ്ങനെ ആയതുകൊണ്ട് അവൻ അങ്ങനെ തന്നെ ആവുള്ളൂ എന്നുള്ള ജഡ്ജ്മെൻറ്റ്സ് ഒന്നും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പേഴ്സണാലിറ്റിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് യുണീക്കാണ്, ഡൈനമിക്കാണ്, കോൺസ്റ്റൻ്റ്ലി ഇവോൾവിങ് ആണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. രണ്ടാമതായിട്ടുള്ളത് അവരുടെ കീ കൺസെപ്റ്റാണ് സെൽഫ് കൺസെപ്റ്റ്. ഈ സെൽഫ് കൺസെപ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ലയൻറ്റിനെ കുറിച്ച് തന്നെ ഒരു കാഴ്ചപ്പാടുണ്ട്. അവനെ തന്നെ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്, അവനെ തന്നെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ക്ലയൻറ്റിനെ മൂന്നാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചെങ്കിൽ ഐഡിയൽ സെൽഫ്. അവന് ഒരു റിയൽ സെൽഫ് ഉണ്ട്, അതിൽ നിന്ന് അവൻ്റെ ഐഡിയൽ സെൽഫിലേക്ക് അവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലയൻറ്റ്സിന് ആസ്പിരേഷൻസ് ഉണ്ട്, വാല്യൂസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ വാല്യൂസ് ആയിരിക്കണം എന്നില്ല, ക്ലയൻറ്റിൻ്റെ ആസ്പിരേഷൻസും വാല്യൂസും. ക്ലയൻറ്റിന് നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വാല്യൂസ് ഉണ്ടായിരിക്കാം. അവൻ്റെ വാല്യൂസിനും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു കത്തോലിക്ക പുരോഹിതനാണ്, എനിക്ക് ഈ ഗേ, ഹോമോസെക്ഷൽ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻറ്റ് ഒരു ഗേ ആണ്, അല്ലെങ്കിൽ ഒരു ഹോമോസെക്ഷലാണ്, അല്ലെങ്കിൽ ലിവിങ് പാർട്ട്ണർഷിപ്പിലൊക്കെ ആണെങ്കിലും നമ്മളത് ടോളറൻ്റായിട്ട് കേട്ടിരിക്കാനായിട്ടുള്ള ക്ഷമ, അല്ലെങ്കിൽ അവനെ വിധിക്കാത്ത, അവനോട് വലിയ ഉപദേശം അപ്പം തന്നെ പോയി കൊടുക്കാത്ത രീതിയിൽ അവനെ കേട്ട് അവനെ മനസ്സിലാക്കാനും അവൻ എന്തുകൊണ്ട് അങ്ങനെയായി എന്നുള്ളതൊക്കെ അവനെക്കൊണ്ട് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് ചിന്തിക്കാനും, എന്നാൽ നമ്മൾ പറയാതെ തന്നെ നമുക്കത് ഇഷ്ടമില്ല എന്നുള്ളത് കൊണ്ട് അവനെ വിധിച്ച് അവനെ വേറെ വഴിയിലേക്ക് ആക്കാൻ ശ്രമിക്കാതെ അവന് തന്നെ ഒരു എൻലൈറ്റൻമെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായി. അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊന്നും അവരുടെ മേൽ ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല, നമ്മുടേതായ വാല്യൂ അടിച്ചേൽപ്പിക്കുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങൾ. ഇനി
ഇൻകോൺഗ്രുവൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിസ് ഡിസ്ക്രീപ്പൻസി ബിറ്റ്വീൻ സെൽഫ് കൺസെപ്റ്റ് ആൻഡ് ഐഡിയൽ സെൽഫ്, അത് അവരുടെ ഉള്ളിലുണ്ടായിരിക്കും. ഈ ഡിസ്ക്രിപ്പൻസി ആ ക്ലയൻറ്റിന് മനസ്സിലാക്കി കൊടുക്കുക, എന്നിട്ട് അവൻ്റെ സെൽഫ് കൺസെപ്റ്റിലും ഐഡിയൽ സെൽഫിലേക്കുള്ള യാത്രയിൽ അവനെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതായത് ഒരു ഡിസ്ക്രീപ്പൻസി, അവരായിരിക്കുന്ന അവസ്ഥയിൽ ഒരു കുറവുണ്ട്, അവരായിരിക്കുന്ന അവരുടെ ഐഡിയൽ സെൽഫിലേക്ക് അവർ യാത്ര ചെയ്യുമ്പോൾ അവൻ്റെ റിയൽ സെൽഫിൽ കുറച്ച് കുറവുണ്ട് എന്നുള്ളത് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ടാണ് നമ്മൾ ഈ പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ തെറാപ്യൂട്ടിക് പ്രോസസ്സാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അതിൻ്റെ കോർ പ്രിൻസിപ്പിൾസ്, അത് 4 നമ്മൾ പറഞ്ഞു. എംപാത്തിക് അണ്ടർസ്റ്റാൻഡിങ്, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, കോൺഗ്രുവൻസ്, സെൽഫ് ആക്ച്വലൈസേഷൻ. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞതാണ് കീ കൺസെപ്റ്റ്സ്. അത് പേഴ്സണാലിറ്റി, സെൽഫ് കൺസെപ്റ്റ്, ഐഡിയൽ സെൽഫ്, ഇൻകോൺഗ്രുവൻസ്. ഇനി തെറാപ്യൂട്ടിക് പ്രോസസ്സ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഏറ്റവും തന്നെ നമുക്ക് വേണ്ടത് എസ്റ്റാബ്ലിഷിങ് റാപ്പോർട്ട്. വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു കൗൺസിലിങ്ങിൽ ക്ലയൻറ്റും തെറാപ്പിസ്റ്റും തമ്മിലുള്ള റാപ്പോർട്ട്. അത് നന്നായെങ്കിൽ മാത്രമാണ് ഒരു കൗൺസിലിംഗ് വിജയിക്കുള്ളൂ. നമുക്കറിയാം, ഏത് കൗൺസിലിങ്ങിൻ്റെയും വിജയം ആ ക്ലയൻറ്റും തെറാപ്പിസ്റ്റും തമ്മിലുള്ള ബന്ധമാണ്. മറ്റുള്ള ടെക്നിക്സോ ഒക്കെ നമ്മൾ കൗൺസിലർ ഉപയോഗിക്കുന്ന ടെക്നിക്സ്, മറ്റു തരത്തിലുള്ള അവൻ്റെ അറിവ്, അതിനെക്കാട്ടിലൊക്കെ പ്രധാനപ്പെട്ടതാണ് അവർ തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അറിയാം, ഒരു 1/4 ഭാഗം കൗൺസിലിങ്ങിൽ നടക്കുന്ന ചേഞ്ച് നടക്കുന്നത് ഈ ക്വാളിറ്റി ഓഫ് ദ റിലേഷൻഷിപ്പ് വഴിയായിട്ടാണ്. കൗൺസിലറും ക്ലയൻറ്റും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് കൗൺസിലർക്ക് ക്ലയൻറ്റിൻ്റെ മേൽ ആ ഒരു സ്വാധീനം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും അതിൽ നിന്നാണ് ഈ ക്ലയൻറ്റിന് ഒരു മാറ്റം മാറാനായിട്ടുള്ള അവൻ ഒരു മാറ്റത്തിലേക്ക് കടന്നു വരാനായിട്ടുള്ള സാധ്യതയുള്ളത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ തെറാപ്പിസ്റ്റിൻ്റെ റാപ്പോർട്ട് ബിൽഡ് ചെയ്യാനായിട്ട്. റാപ്പോർട്ട് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ബിൽഡിംഗ് ട്രസ്റ്റ് ആൻഡ് എമ്പതി. അതായത് അവനും നമ്മിൽ വിശ്വാസം ജനിക്കണം. വരുന്ന ക്ലയൻറ്റിനെ ഈ തെറാപ്പിസ്റ്റ് ഒരു നല്ല മനുഷ്യനാണല്ലോ, ഒരു ജെനുവിൻ മനുഷ്യനാണല്ലോ, ഇയാൾക്ക് എന്നെ കേൾക്കാനായിട്ട് ഒരിതുണ്ട്. ഞാനൊക്കെ കൗൺസിലിംഗ് വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുള്ളത്, എൻ്റെ വേൾഡ് ആയിരിക്കുന്ന ആളുടെ വേൾഡ് ആയിരിക്കും ആ സമയത്ത്. തീർച്ചയായിട്ടും ആ നേരത്തെ ഞാൻ മൊബൈൽ ഫോണൊന്നും കൊണ്ടുപോയില്ല. അയാൾ പറയുന്ന അയാളുടെ മുഖത്തേക്ക്, അയാളുടെ കണ്ണിലേക്ക്, അയാൾ പറയുന്ന ടോണിലേക്ക് മാത്രമായിരിക്കും എൻ്റെ ശ്രദ്ധ. ആ സമയത്ത് എനിക്ക് എൻ്റേതായ എന്നെ തന്നെ ഞാൻ മറന്നു കളയാറുണ്ട്. സാധാരണ എല്ലാ നല്ല കൗൺസിലേഴ്സും അങ്ങനെയായിരിക്കും. അവൻ്റെ ലോകമാണ് എൻ്റെ ലോകം. അവൻ കാണുന്നതാണ് ഞാൻ കാണുന്നത്, അവൻ കേൾക്കുന്നതാണ് ഞാൻ കേൾക്കുന്നത്, അവൻ പറയുന്നത് അവൻ്റെ ചൈൽഡ്ഹുഡിൽ നിന്നുകൊണ്ടാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്കൊരു കൗൺസിലിംഗ് ശരിക്കും പറയുകയാണെന്ന് വെച്ചെങ്കിൽ അപ്പോഴാണ് ശരിക്കും റാപ്പോർട്ട് ഉണ്ടെന്ന് പറയാം. അപ്പോൾ അവർക്ക് മനസ്സിലാവും അവരുടെ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളുന്നത്. അപ്പോൾ അവർക്കൊരു നല്ലൊരു ട്രസ്റ്റ് നമ്മുടെ ഉള്ളിലുണ്ടാവും. തീർച്ചയായിട്ടും ഈ ട്രസ്റ്റ് എന്നും എക്കാലവും സൂക്ഷിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവർ നമ്മുടെ കൗൺസിലിംഗ് റിലേഷൻഷിപ്പൊക്കെ കഴിഞ്ഞു പോയാലും അവർക്കറിയാം, ആ സമയത്ത് എന്നെ കേട്ടത്, എന്നെ മനസ്സിലാക്കിയത്, എനിക്ക് സപ്പോർട്ട് ചെയ്തത്, എൻ്റെ കൂടെ നിന്നത് ഈ കൗൺസിലറാണെന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ആ ട്രസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു എംപാത്തിക്കായിട്ട് അവനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. അവന് ഇതുവരെ ആരും ചിലപ്പോൾ അതുപോലെ എംപാത്തിക്കായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുക. ഏറ്റവും കൂടുതൽ എംപാത്തിക്കായിട്ട് ലവ് കൊടുക്കുന്നത് സ്വന്തം അമ്മയാണ്, അല്ലെങ്കിൽ സ്വന്തം അപ്പനാണ്. ചിലപ്പോൾ സ്വന്തം അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നോ പോലും ഈ എംപാത്തിക്കായിട്ടുള്ള ഒരു ലവ് അനുഭവിക്കാത്ത ഒരാൾക്ക് ആദ്യമായിട്ട് ഒരു എംപാത്തിക് ലവ് എക്സ്പീരിയൻസ് കിട്ടുന്നത് ചിലപ്പോൾ കൗൺസിലറിൽ നിന്നാവും. അത് നമ്മൾ കൊടുക്കണം, ഒരു നിരുപാധികമായിട്ടുള്ള സ്നേഹം. അത് കിട്ടുമ്പോൾ അവർ തീർച്ചയായിട്ടും കൗൺസിലറിനെ ട്രസ്റ്റ് ചെയ്യുകയും എല്ലാ കാര്യങ്ങളും അവർ റിവീൽ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റാപ്പോർട്ട്, അതുപോലെ തന്നെ ബിൽഡിംഗ് ട്രസ്റ്റ് ആൻഡ് എംപതി. അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന തെറാപ്പറ്റിക് പ്രോസസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ റിലേഷൻഷിപ്പാണ്. രണ്ടാമത്തെ റിഫ്ലക്റ്റീവ് ലിസണിങ് ആണ്. അപ്പോൾ തെറാപ്പറ്റിക് പ്രോസസ്സിൽ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം റിഫ്ലക്റ്റീവ് ലിസണിങ്. നമ്മൾ വെറുതെ കേൾക്കുകയല്ല, നമ്മളതിനെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇവൻ പറയുന്നതൊക്കെ കേട്ടിട്ട് ആക്റ്റീവ് ലിസണിങ് ആണ് അത്. അതോടൊപ്പം തന്നെ റിഫ്ലക്ഷൻ. ആക്റ്റീവ് ലിസണിങ്ങിനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ തലച്ചോറും നമ്മുടെ കോൺസെൻട്രേഷനും നമ്മുടെ കണ്ണും നമ്മൾ പൂർണ്ണമായിട്ടും ആ മുറിയിൽ ആ വ്യക്തി പറയുന്ന കാര്യങ്ങളിൽ ലയിച്ചിരിക്കണം. ആ നേരത്ത് നമ്മൾ അങ്ങനെ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവുകയാണെങ്കിൽ അവർ പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആവും.
കാരണം ആ നേരത്താണ് നമ്മൾ ഫോൺ എടുത്ത് നോക്കുന്നത്, ആ നേരത്താണ് നമ്മൾ മൂക്ക് ചീറ്റുന്നത്, ആ നേരത്താണ് നമ്മൾ ആ പുസ്തകം നോക്കുന്നത്. അപ്പോൾ ആ നേരത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി, ആ നേരത്ത് നമ്മളെടുത്ത് ചായ എടുത്ത് കുടിച്ചു, വെള്ളം എടുത്ത് കുടിച്ചു, അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് അവനോട് കാണിക്കുന്ന റെസ്പെക്റ്റ് കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൗൺസിലിങ്ങിൻ്റെ നേരത്ത് പ്രത്യേകിച്ചും അവൻ്റെ ലോകത്തിലേക്ക് അതിലേക്ക് മുഴുകാനായിട്ട് നമുക്ക് കഴിയണം. അതാണ് പറയുന്ന പേരാണ് റിഫ്ലക്റ്റീവ് ലിസണിങ്. പറയുന്നത് മുഴുവനും കേൾക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ചിലപ്പോൾ നമ്മൾ അത് പാരാഫ്രൈസ് ചെയ്തിട്ടുമൊക്കെ അവൻ പറയുന്നത് നമ്മൾ മനസ്സിലാക്കി എന്നുള്ളത് അവന് മനസ്സിലാക്കിപ്പിക്കാനായിട്ടും ശ്രമിക്കണം. മൂന്നാമത്തെ പോയിൻ്റാണ് എക്സ്പ്ലോറേഷൻ. എക്സാമിനിങ് ക്ലയൻറ്റ്സ് തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് എക്സ്പീരിയൻസസ്. അപ്പോൾ എക്സ്പ്ലോർ ചെയ്യണം നമ്മൾ. അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചോദിക്കണം, ഇത് ഇങ്ങനെയല്ലേ ചിന്തിക്കുന്നത്, ഇതാണല്ലോ ഇപ്പോൾ ചിന്തിച്ചത്, ഇങ്ങനെ വിഷമം തോന്നിയല്ലേ, സങ്കടം വന്നൂല്ലേ, ദേഷ്യം വന്നൂല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കണം. അപ്പോൾ അവൻ്റെ എക്സ്പീരിയൻസസ്, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ എന്ത് തോന്നി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുമായിട്ട് നമുക്ക് ശരിക്കും അവരിൽ നമ്മൾ മുഴുകുന്നുണ്ട്, അവർ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെന്നൊക്കെ അവർക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നാലാമത്തെ പോയിൻ്റാണ് തെറാപ്യൂട്ടിക് പ്രോസസ്സിൽ: 1 എസ്റ്റാബ്ലിഷിങ് റാപ്പോർട്ട്, 2 റിഫ്ലക്റ്റീവ് ലിസണിങ്, 3 എക്സ്പ്ലോറേഷൻ, 4 ഇൻസൈറ്റ്. ക്ലയൻറ്റ് ഗെയിൻസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെംസെൽഫ്. ഈ ഇങ്ങനെ പറയുന്നതോട് കൂടിയിട്ട് അവർക്ക് അവരെ തന്നെ കൂടുതലായിട്ട് മനസ്സിലാവും, അവരെക്കുറിച്ച് തന്നെ കൂടുതലായിട്ട് അവർക്ക് മനസ്സിലാകുന്നതായിട്ട് നമുക്ക് അവർ തന്നെ ഒരു ഇൻസൈറ്റ് നേടിയെടുക്കാനായിട്ട് ഇത് സഹായിക്കണം.